വ്യാജ പ്രചാരണം നടത്തിയ CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ കേസ്. കോഴിക്കോട് പേരാമ്പ്ര നൊച്ചാട് CPM ലോക്കൽ സെക്രട്ടറി എടവന സുരേന്ദ്രനെതിരെയാണ് പോലീസ് കേസെടുത്തത്. പകർച്ചവ്യാധി മരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പടച്ചോന്റെ ആയുസിന്റെ കണക്കെത്തിയാൽ മരിക്കുമെന്ന് മന്ത്രി PK ബഷീർ പറഞ്ഞുവെന്നായിരുന്നു പ്രചാരണം. മനോരമ ന്യൂസിന്റെ പേരിൽ വ്യാജ പോസ്റ്റർ ഉണ്ടാക്കിയാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയത്. പൊതുപ്രവർത്തകനായ ഇസ്മായിലിന്റെ പരാതിയിലാണ് നടപടി. വ്യാജ പോസ്റ്ററിനെതിരെ മനോരമ ന്യൂസും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ പോസ്റ്റിനെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മലയാള മനോരമയുടെ ലോഗോയും വെബ്സൈറ്റ് പേരും ഉപയോഗിച്ച് തയ്യാറാക്കിയ വ്യാജ പോസ്റ്റ് ആസൂത്രിതമായി നിർമ്മിച്ചതാണ്. ഇത് പോസ്റ്റ് ചെയ്തവരെയും പ്രചരിപ്പിച്ചവരെയും പിടികൂടുന്നതുവരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. വ്യാജ സ്ക്രീൻഷോട്ടുകൾ ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കുന്ന കാര്യം ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നവർ മറക്കാതിരിക്കുക. മന്ത്രി PK ബഷീറിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഞാൻ വായിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങൾ കണ്ടത്. 2026 മെയ് 4 റിസൾട്ട് വന്നപ്പോൾ തുടങ്ങിയ ക്രിമികടിയാണിത്. അതിൽ പ്രത്യേകം സഖാക്കൾ ഈ ക്രിമികീടങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരെയും മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികളെയും ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെയും മുസ്ലിം ലീഗ് നേതാക്കളെയും ഒക്കെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു പ്രത്യേക ഇവർക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ട്. എന്താണ് ആ തിരിച്ചറിവ്? എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതി വിട്ടാൽ അതിനെന്തുണ്ടാവില്ല, ആധികാരികത ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സഖാവ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് സത്യമാണെങ്കിൽ പോലും ജനം വിശ്വസിക്കാൻ തയ്യാറാവില്ല. അപ്പോൾ പിന്നെ എന്ത് വേണം? അതിന് എന്താ പറയേണ്ടത്, ഒരു ട്രസ്റ്റ് ബ്രാൻഡ് വേണം. ഒരു വിശ്വാസ്യതയുള്ള ഒരു പേരിൻ്റെ പേരിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു വിശ്വാസ്യതയുള്ള എന്തെങ്കിലും ഒരു പേര് അതിൻ്റെ കൂടെ ചേർക്കാൻ വേണം. അപ്പോൾ ഈ മെയ് 4 റിസൾട്ട് വന്ന് തോറ്റ് തുന്നം പാറിയത് മുതൽ സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ മാധ്യമങ്ങളുണ്ടല്ലോ, ഈ മാധ്യമങ്ങളുടെ പേരിൽ അവരുടെ കാർഡ്, അവർ ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിലൊക്കെ ഉപയോഗിക്കുന്ന കാർഡുകളുണ്ട്. ഈ കാർഡിൻ്റെ അതേ രൂപത്തിൽ, അതേ ഡിസൈനിൽ, അതേ വലുപ്പത്തിൽ ഒക്കെ ഇത്തരം വ്യാജ കാർഡുകൾ ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിക്കുക. അപ്പം അതിനെന്താ ഒരു കാര്യം? അതിന് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒന്ന് മനോരമ ന്യൂസാണ്, മറ്റൊന്ന് ഏഷ്യാനെറ്റിൻ്റെ ബ്രാൻഡ് നെയിമാണ്, മറ്റൊന്ന് മീഡിയ വണ്ണിൻ്റെ ബ്രാൻഡ് നെയിമാണ്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന മനോരമ, ഏഷ്യാനെറ്റ്, മീഡിയ വണ്ണ് ഒക്കെ തുടങ്ങിയ ന്യൂസ് ചാനലുകളുടെ പേരിൽ ഇവർ തന്നെ പുതിയതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ വ്യാജങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താ അതിൻ്റെ പിന്നിലുള്ള ഒരു യുക്തി? എന്താ? സാധാരണക്കാരായ ജനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ പറഞ്ഞു ഒരു വിശ്വാസ്യത അതിനുണ്ടാകും. ഏത്? ഇപ്പോൾ മനോരമ ന്യൂസിൻ്റെ പേരിൽ വരുമ്പോൾ, ഏഷ്യാനെറ്റിൻ്റെ പേരിൽ വരുമ്പോൾ, മീഡിയ വണ്ണിൻ്റെ പേരിൽ വരുമ്പോൾ സാധാരണക്കാരൻ ഇതിൻ്റെ റിയാലിറ്റി ചെക്ക് ചെയ്യാനോ ഇതിലെ വാസ്തവം ചെക്ക് ചെയ്യാനോ ഒന്നും നിൽക്കില്ല. ഇപ്പം സാധാരണക്കാരനത് കാണുമ്പോൾ അങ്ങനെ ഉണ്ടല്ലേ എന്നുള്ള ഒരു വിശ്വാസ്യത അതിന്മേൽ കിട്ടും എന്നുള്ള ബോധ്യം. സഖാവിൻ്റെ തിരിച്ചറിവാ എന്ത്? സഖാവ് പറഞ്ഞാൽ ജനങ്ങൾ അത് വിശ്വസിക്കില്ല. പക്ഷേ ഇത്തരം മാധ്യമങ്ങളുടെ പേരിൽ വ്യാജങ്ങൾ അടിച്ചു വിട്ടാൽ അത് ജനം വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം വ്യാജങ്ങൾക്ക് ഇവർ ഈ പറയുന്ന കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ പേരും അവരുടെ ബ്രാൻഡ് നെയിമും അവരുടെ ഡിസൈനും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ട്. ഇപ്പം നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് കണ്ടിട്ടുണ്ടാവും. ആ സ്ക്രീൻഷോട്ട് ഒന്നുകൂടി ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഒറ്റയടിക്ക് കണ്ടാൽ യഥാർത്ഥത്തിൽ നമുക്ക് അതൊരു മനോരമ ന്യൂസ് അവർ ഒഫീഷ്യലായിട്ട് ഇറക്കിയ ഒരു കാർഡാണ് എന്നേ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുള്ളൂ. കാരണം അതിൽ അവരുപയോഗിക്കുന്ന എല്ലാ ഡിസൈനുകളൊക്കെ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടാവും. അവരുടെ ലോഗോ ഉണ്ടാകും, അവരുടെ ഈ പറയുന്ന അവർ സാധാരണ കാർഡുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർമാർക്കുകൾ, അവരുടെ പേര്, അവർ സാധാരണഗതിയിൽ അവരുടെ ലോഗോ വെക്കുന്ന ആ ഒരു പൊസിഷൻ, ഇതൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും ഇത്തരം വ്യാജങ്ങൾ പടച്ചു വിടുന്നത് എന്നുള്ളതാണ്. അപ്പം അതൊരു സഖാക്കളുടെ തിരിച്ചറിവാ, ഗതികേടാ. ഞങ്ങളെന്ത് പറഞ്ഞാലും മലയാളി വിശ്വസിക്കൂല. അതുകൊണ്ട് അവരെ പൊട്ടന്മാരാക്കാൻ ഇത്തരത്തിൽ വ്യാജങ്ങൾ പടച്ചു വിടുമ്പോൾ അതിന് ഒരു ഒരു ട്രസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ബ്രാൻഡിൻ്റെ
ഒരു പിന്തുണ വേണം എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇവർ ഇത്തരം പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ഇവരുടെ ക്രിമികീടം ഇപ്പോൾ അകത്ത് കിടക്കുന്നുണ്ട്. ഇതേ ആളുകൾ തന്നെയാണ് 2026 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പേരാമ്പ്രയിലെ ഫാത്തിമ ദഹ്ലിയക്കെതിരെയും ഇതുപോലെ അനൗൺസ്മെൻറ്റും വീട് കയറിയുള്ള വർഗീയ പ്രചരണങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളും നടത്തിയത്. അപ്പോൾ അവറ്റകളുടെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിലൊന്നും വലിയ അത്ഭുതങ്ങൾ നമ്മൾ പെടേണ്ടതില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇവരുടെ പേരിൽ ഇത്തരം വ്യാജങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ പൊളിച്ചെടുക്കേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളെ തന്നെ പിന്നെ ഒരു ഉത്തരവാദിത്തമായതുകൊണ്ട് അവർ തന്നെ അത് ചെയ്യുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ മുസ്ലിം ലീഗിനെ, കോൺഗ്രസിനെ, മുഖ്യമന്ത്രിയെ, മന്ത്രിമാരെ, കോൺഗ്രസിൻ്റെ നേതാക്കളെ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ ഒക്കെ ലക്ഷ്യം വെച്ചാണ് ഇതൊക്കെ നടത്തുന്നതെങ്കിലും ലീഗുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ അതുപോലെ UDFകാരനോ ഒന്നും ഇതിനെ പൊളിച്ചെടുക്കേണ്ട ബാധ്യത, ഒരു ഉത്തരവാദിത്വം, ഒരു പണി എടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ, അത് മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. പക്ഷെ ആ കുത്തിത്തിരിപ്പ് മീഡിയ വണ്ണിൻ്റെ പേരിൽ വന്നപ്പോൾ മീഡിയ വണ്ണ് പൊളിച്ചടക്കി അവർ കേസ് കൊടുത്തു, കുറേ എണ്ണത്തിനെതിരെ കേസ് എടുത്തു ഒക്കെ വന്നപ്പോൾ മീഡിയ വണ്ണിൻ്റെ പേര് ഉപയോഗിക്കുന്ന ഒരു താൽക്കാലികം ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഈ ഏഷ്യാനെറ്റിൻ്റെ പേരിൽ, മനോരമ ന്യൂസിൻ്റെ പേരിലൊക്കെ. അപ്പോൾ അവർ തന്നെ ഇതൊക്കെ പൊളിച്ചെടുക്കുന്നതുകൊണ്ട് കോൺഗ്രസ്സുകാരനും ലീഗുകാരനും UDFകാരനും വല്ലാണ്ട് പണിയെടുക്കേണ്ടി വരുന്നില്ല. എന്ന് പറഞ്ഞാൽ കൈ നനയാതെ മീൻ പിടിക്കാൻ കോൺഗ്രസ്സുകാരനും ലീഗുകാരനും UDFകാരനൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം തിരിച്ചടി എന്താ ഉള്ളത്? ഇതിപ്പോൾ എന്താ പറയുക, നമ്മൾ പറയുമല്ലോ, പന്ത് പോലെയാണ്, റബ്ബർ പന്ത് പോലെയാണ്. പോയ അതേ സ്പീഡിൽ തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്, ബൂമറാങ് പോലെ തിരിച്ചു വരികയാണ് എന്നൊക്കെ പറയാറില്ലേ. അത് തന്നെയാണ് സംഭവം. ഇവർക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണല്ലോ ഈ നുണ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അത് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അത് 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചടികളായിട്ട് തിരിച്ച് പോയതിലും വലിയ സ്പീഡിൽ തിരിച്ചു വരുന്നതാണ് കാണാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഈ ഒരു കേസൊന്നല്ല കേട്ടോ. ഇത്തരം 1000 കാർഡുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാൻ കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ ആ കാർഡുകൾ ഇറങ്ങുന്നതും ആർക്കെതിരെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് മുഖ്യമന്ത്രി VD സതീശനെതിരെയാണ്. അടുത്ത ടാർഗറ്റ് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് മുസ്ലിം ലീഗ് മന്ത്രിമാരാ. അതിലൊന്ന് മുൻപന്തിയിൽ KM ഷാജിയ. പിന്നെ ആർക്കെതിരെയാ? കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാ. പിന്നെ ഈ പറയുന്ന മറ്റുള്ള PK ബഷീർ, N ശംസുദ്ദീൻ തുടങ്ങിയ ആളുകൾക്കെതിരെ. അപ്പം ഇത്തരം കാർഡുകൾ ഏറ്റവും പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് മുസ്ലിം ലീഗിനെതിരെ എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു വശം കൂടി ഇവർ കാണുന്നുണ്ട്. എന്താണ്? മുസ്ലിം ലീഗിനെതിരെ ഇത്തരം കാർഡുകൾ ഇറക്കുമ്പോൾ അതിലൊക്കെ ഒരു മതത്തിൻ്റെ ഒരു ചട്ടക്കൂടിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാക്കുകളും പിന്നെ ഇതൊക്കെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെതിരെ ഈ വ്യാജങ്ങൾ ഉണ്ടാക്കുന്ന വഴി രണ്ടെണ്ണമാണ്. ഒന്ന്, ഈ മന്ത്രിമാർക്കെതിരെയുള്ള ഒരു വ്യാജ പ്രചരണം. 2, അതിനെ ഒരു വർഗീയവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ്. മനസ്സിലായില്ലേ? അതേ ആളുകൾ തന്നെയാണ്. അപ്പം അതിൽ നിങ്ങൾ ആലോചിക്കണം, ഷാഫിക്കെതിരെ വർഗീയ ധ്രുവീകരണം നടത്താൻ ഷാഫി എന്ന പേരുപയോഗിച്ച് വർഗീയ ധ്രുവീകരണം നടത്തുകയായിരുന്നു വടകരയിൽ. ഫാത്തിമ ദഹ്ലിയക്കെതിരെയും ഇത് തന്നെയാണ്. വീടുകൾ കയറി സഖാക്കൾ പ്രചരണം നടത്തിയ എന്താ? UDFിൻ്റെ സ്ഥാനാർത്ഥി മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. ആ മുസ്ലിം സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ പേരാമ്പ്രയിൽ പിന്നെ നമ്മൾ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയാതെയാകും. അപ്പോൾ ലീഗിനെ ഉന്നം വെക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന്, ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലാക്കുക. 2, ഈ പറയുന്ന വർഗീയ ധ്രുവീകരണത്തിന് ശക്തി പകരുക എന്നുള്ളതാണ് ലീഗിനെ ഈ പറയുന്ന ലക്ഷ്യം വെക്കുന്നതിലൂടെ സഖാക്കൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. TPയെ വെട്ടി വീഴ്ത്തിയപ്പോൾ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചതും, ഫസലിനെ വെട്ടി വീഴ്ത്തിയപ്പോൾ ചോര പുരണ്ട തുണിക്കഷ്ണം കൊണ്ടുപോയി അമ്പലത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ടതും ഇതേ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. മനസ്സിലായില്ലേ? സഖാക്കൾ, അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്.
നമ്മുടെ രാജ്യത്ത് സംഘ് പരിവാർ വർഗീയ വിഷജന്തുക്കളായി മാറുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ടെങ്കിലും കേരളത്തിൽ ആ സംഘ് പരിവാറിൻ്റെ അജണ്ട ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് സഖാക്കളാണ് എന്നുള്ളതാ. അത് കുറേ കാലങ്ങൾ ഇപ്പം തുടങ്ങിയതൊന്നല്ല, ഇത് കുറേ കാലങ്ങളായിട്ടുള്ളതാ. പക്ഷേ ഈ പറയുന്ന കാലഘട്ടം മാറിയപ്പോൾ അതിനനുസരിച്ചുള്ള ഇതിൻ്റെ ഈ പ്രചരണത്തിൻ്റെ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 2021 അത് സ്ക്രീൻഷോട്ടായിരുന്നു. 2026 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അത് അനൗൺസ്മെൻ്റായി മാറി. 2026 ഈ പറയുന്ന UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത് മുതൽ ഇതെന്തായി മാറി? ഇത്തരം കാർഡുകളുടെ രൂപത്തിലായി മാറി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന ആ ഒരു ഡിജിറ്റൽ യുഗത്തിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ സഖാക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സ്ക്രീൻഷോട്ട്, അനൗൺസ്മെൻറ്റ്, കാർഡ് എന്നൊക്കെ മാറ്റങ്ങൾ വരെ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ വർഗീയ ധ്രുവീകരണം പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് CPM ആണ് എന്നുള്ളതാണ്. RSSൻ്റെ ഭാഷ, RSSൻ്റെ ശൈലി, RSSൻ്റെ ആയുധം ഇതൊക്കെ ഉപയോഗിക്കുന്നത് കേരളത്തിൽ സഖാക്കളാണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇവർ ചെയ്യുന്നതൊക്കെ പൊളിഞ്ഞു വീഴുക, ഒന്നിനും നിലനിൽപ്പില്ല. ചെയ്യുന്നതൊക്കെ കൈയോടെ പിടിക്കപ്പെടുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കി, പിടിക്കപ്പെടുമെന്നുള്ള അവസ്ഥയായപ്പോൾ അല്ല, പിടിക്കപ്പെട്ടപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു കേസ് അവിടെ നിർത്ത്, ഇനി കേസ് വേണ്ട, അന്വേഷണവും വേണ്ട. പക്ഷേ UDF സർക്കാർ അധികാരത്തിൽ വന്നു, റീ ഓപ്പൺ ചെയ്തു, വിത്തിൻ ഡേയ്സ് പൊക്കി, ക്രിമികീടത്തെ പൊക്കി അല്ലേ, അനൗൺസ്മെൻറ്റ് നടത്തി, അതും പൊക്കി, തെളിവടക്കം പൊക്കി. ഇപ്പോൾ ഇത്തരം ഒരുപാട് കാർഡുകൾ, അതിലൊരൊറ്റ ഉദാഹരണം മാത്രം ഏറ്റവും ലേറ്റസ്റ്റാണ് ഈ പറയുന്ന PK ബഷീറിനെതിരെ നടന്നിരിക്കുന്ന ഈ കാർഡെന്ന് പറയുന്നത്. അപ്പം നിരന്തരമായിട്ട് വ്യാജങ്ങളും വർഗീയതയും സഖാക്കൾ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്.